എന്നുള്ള അർത്ഥത്തിലാണ് മ്ലേച്ഛൻ എന്ന് പറയുന്നത്. മ്ലാനമായ ഇച്ഛ എന്ന് പറഞ്ഞാൽ മനസ്സിന് ബലമില്ല, ചഞ്ചല ചിത്തന്മാർ, അമിതമായ ഭയം ഉള്ളിലുള്ളവർ, അവരെയാണ് ഈ പ്രേതാത്മാക്കളും മറ്റ് ദുഷ്ടശക്തികളുമൊക്കെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ധാരാളം പിശാചുക്കളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ദുർബല മനസ്കരെയാണ് ബാധിക്കുന്നത്. യാവത് ശരീരസത്താചേ ചേതനസ്യ തദുച്യതാം ശവഃ കസ്മാന്ന ചലതി സത്യഖണ്ഡേ ശരീരകേ. ഇനി ഈ ശരീരമാണ് ആത്മാവ് എന്നുള്ള വാദത്തെ മറ്റൊരു വീക്ഷണകോണിലൂടെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. യാവത് ശരീരസത്താചേ ചേതനസ്യ തദുച്യതാം. ശരീരം ഉണ്ടെങ്കിലേ ആത്മാവുള്ളൂ. ശരീരം നശിച്ചാൽ ആത്മാവും അതോടൊപ്പം നശിക്കും എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ശരീരം ഉണ്ടെങ്കിൽ ആത്മാവ് ഉണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ശവങ്ങൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നില്ല? നിങ്ങൾ പറയൂ. ശവം എന്തുകൊണ്ട് ചലിക്കുന്നില്ല? ശവങ്ങൾ എന്തുകൊണ്ട് കർമ്മം ചെയ്യുന്നില്ല? അല്ല, ശരീരമാണ് ആത്മാവെങ്കിൽ ശരീരം ഉണ്ടല്ലോ. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു, അയാളുടെ ശരീരത്തെ നമ്മൾ ദഹിപ്പിച്ചിട്ടില്ല. ആ ശരീരം അത് തന്നെയാണ് ആത്മാവ് എന്നാണ് ഈ ചാർവാകന്മാരും മറ്റും വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശവം എന്തുകൊണ്ട് എഴുന്നേറ്റ് നടക്കുന്നില്ല? അപ്പോൾ ആ ശരീരത്തിൽ ആ ശരീരത്തെ ചൈതന്യവത്താക്കി തീർത്തിരുന്ന എന്തോ ഒന്ന് ആ ശരീരത്തിൽ നിന്ന് യാത്രയായി എന്ന് വേണ്ടേ കരുതാൻ? അപ്പോൾ ശരീരവിലക്ഷണമായ ആത്മാവ് ഉണ്ടാവണ്ടേ? ഈ ശരീരത്തെ തന്നെ എങ്ങനെ ആത്മാവെന്ന് കരുതാൻ പറ്റും? ശവഃ കസ്മാന്ന ചലതി സത്യഖണ്ഡേ ശരീരകേ. ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. ഒരു വ്യക്തി ജീവിച്ചിരുന്നപ്പോഴുള്ള അതേ ശരീരം നിശ്ചലമായി തറയിൽ ആ ശരീരത്തെ കിടത്തിയിരിക്കുകയാണ്. ആ ശവം എന്തുകൊണ്ട് ചലിക്കുന്നില്ല? നേരത്തെ ചലിച്ചുകൊണ്ടിരുന്ന ശരീരം ഇപ്പോഴെന്തുകൊണ്ട് അത് നിശ്ചലമായി കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉള്ളിൽ അതിനെ ചലിപ്പിച്ചു കൊണ്ടിരുന്ന ഒന്ന് അതിപ്പോൾ ആ ശരീരത്തിൽ നിന്ന് അകന്നുപോയി, അതുകൊണ്ടത് ചലിക്കുന്നില്ല. നേരത്തെ എന്തുകൊണ്ട് ചലിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ, ആ ചൈതന്യം ആ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ചൈതന്യത്തിൻ്റെ ശക്തിവിശേഷം കാരണമായിട്ട് ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, പലതരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആ ചിത്ത ഇപ്പോൾ ആ ശരീരത്തെ വിട്ട് നീങ്ങി. അതുകൊണ്ട് ആ ശരീരം ഇപ്പോൾ ശവമായി തറയിൽ കിടക്കുന്നു. അപ്പോൾ ഈ യുക്തിയിൽ നിന്നും ശരീരം ആത്മാവല്ല എന്നുള്ളത് നമുക്ക് വീണ്ടും ഉറപ്പിക്കാം. കിംച ശരീരനാശാത് ചിന്നാശ ഇത്യസംഗതമേവ. ശരീരനാശത്തിൽ ചിത്ത് നശിക്കുന്നു എന്നുള്ളത് അല്പം പോലും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. സത്യേവ, ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് കരുതിയാൽ മൃതശരീരേ ചിന്നിവൃത്തി ദർശന വിരോധാത് ഇത്യാഹ. മൃതശരീരം അല്ലെങ്കിൽ ശവത്തിൽ ചിത്ത് ഇല്ല, ചിത്ത് അതിൽ നിന്നും നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ശവശരീരം ചലിക്കാത്തത്. അപ്പോൾ ശരീരവും ആത്മാവും വേറെ വേറെ തത്വങ്ങളാണ് എന്നാണ് വസിഷ്ഠ മഹർഷി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പിശാചാനുഭവോ ജീവധർമ്മശ്ചേത്തത് സർവദാ കിം ന പശ്യതി കിം ബന്ധൗ മൃതേ പശ്യതി തത്തഥാ. ഇപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ഈ യുക്തിക്ക് എതിർ യുക്തികൾ പലർക്കും നിരത്താനുണ്ടാവും. ഈ പിശാചുക്കൾ അല്ലെങ്കിൽ ബാധകൾ, മരിച്ചുപോയ വ്യക്തി വേറൊരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതിനെയാണ് പിശാചാനുഭവം എന്ന് പറയുന്നത്. ഈ പിശാചാനുഭവം എന്ന് പറയുന്നത് ജീവൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന
ജീവൻ്റെ ഒരു ശക്തിവിശേഷമാണ് ഈ പിശാച് എന്ന് പറഞ്ഞാൽ മരിച്ചവർ മാത്രം ബാധയായി മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? ഒരു വ്യക്തി ജീവനോടുകൂടെ ഇരിക്കവേ തന്നെ വേറൊരാളുടെ ഉള്ളിൽ എന്തുകൊണ്ട് പ്രവേശിക്കുന്നില്ല? മരിച്ചു കഴിഞ്ഞാൽ മാത്രം അയാളൊരു ബാധയുടെ രൂപത്തിൽ ബന്ധുക്കളുടെ ഉള്ളിൽ കടക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് ജീവധർമ്മം ആണ് എന്ന് പറഞ്ഞാൽ ജീവൻ എപ്പോഴും ഉണ്ടല്ലോ. ഒരു ശരീരത്തിൽ കഴിയുമ്പോഴും ഈ ജീവനുണ്ട്. ശരീരത്തിൽ നിന്ന് ആ ജീവൻ പുറത്ത് കടന്നാലും ആ ജീവൻ എന്നുള്ള നിലയുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും മറ്റൊരു ജീവശരീരത്തിൽ ബാധയായി എന്തുകൊണ്ട് പ്രവേശിക്കുന്നില്ല? അത് സാധ്യമല്ല. ആ വ്യക്തി മരിച്ചുപോയി കഴിഞ്ഞാൽ, അതായത് ആ ശരീരത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ വേറൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് തികച്ചും ജീവധർമ്മമാണ് എന്നുള്ള ചാർവാകന്മാരുടെ യുക്തിയോട് യോജിക്കാൻ സാധ്യമല്ല. കിം ന പശ്യതി കിം ബന്ധവും മൃതേ പശ്യതി തത്തഥ. നമ്മുടെ ഒരു ബന്ധുവുണ്ട്. ആ ബന്ധു ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് ബാധയുടെ രൂപത്തിൽ മറ്റ് ശരീരങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല? അതേസമയം ആ ബന്ധു മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ ബാധയായി മറ്റ് ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവൻ എന്നൊന്ന് ശരീരവിലക്ഷണമായി ഉണ്ടാവണം. ഒരു ജീവൻ ഒരു ശരീരമുണ്ടെങ്കിൽ ആ സമയത്ത് ആ ജീവൻ വേറൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, പറ്റില്ല. പക്ഷെ ആ ജീവന് ശരീരം നഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു ശരീരത്തിൻ്റെ ഉള്ളിൽ അത് പ്രവേശിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ശരീരവിലക്ഷണമായി ഒരു ജീവൻ ഉണ്ടാവണം എന്നാണ് നാം കരുതേണ്ടത്. യദി കശ്ചിത് ചാർവാകഃ ബ്രൂയാത്. ഒരു ചാർവാകൻ ഇങ്ങനെ തർക്കിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്ങനെ? ജീവൻ മ്ലേച്ഛജീവധർമ്മയേവ പിശാചദർശനം. മനസ്സിന് ദൃഢതയില്ലാത്തവരാണ് ഈ ബാധയും പിശാചും എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ സങ്കല്പമാണ് എന്നാണ് ഈ ചാർവാകന്മാർ പറയുന്നത്. കാരണം അവർ ശരീരമില്ലാത്ത ഒരു ജീവനെ, ആത്മാവിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ദുർബല മനസ്കരുടെ വെറും ഭ്രമം മാത്രമാണ്. എന്ത് ഈ പ്രേതം, ഭൂതം, ബാധ എന്നൊക്കെ പറയുന്നത് എന്ന് അവർ തർക്കിച്ചാൽ, മ്ലേച്ഛം എന്ന് പറഞ്ഞാൽ മനസ്സിന് ബലമില്ലാത്തവർ, ദുർബല ഹൃദയർ, അവർക്കാണ് ഈ പിശാച ദർശനം എന്നാണ് അവർ പറയുന്നത്. ന മൃതമ്ലേച്ഛ ചിദവശേഷ പ്രയുക്ത പിശാച തത്ര അസ്തീതി തദാശങ്കാം ഉട്ടങ്ക്യ പരിഹരതി. മരിച്ച ഒരു ജീവൻ മാത്രമേ മറ്റ് ശരീരങ്ങളിൽ പ്രവേശിക്കുന്നുള്ളൂ. അവരാണ് പിശാചുക്കളായി പ്രത്യക്ഷപ്പെടുന്നത്. ജീവനുള്ള ഒരു വ്യക്തിയും പിശാചായിട്ടോ അല്ലെങ്കിൽ ബാധയായിട്ടോ മറ്റ് ശരീരങ്ങളിൽ പ്രവേശിക്കുന്നതായി കാണപ്പെടുന്നില്ല. അപ്പോൾ ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ മാത്രമേ ദുർബല ഹൃദയർക്ക് പോലും ഈ പിശാചുക്കളെയും മറ്റും കാണാനോ അല്ലെങ്കിൽ ആ ബാധ ഇവരുടെ ശരീരത്തിൽ പ്രവേശിക്കാനും മറ്റുമുള്ള സാധ്യതയുള്ളൂ. സർവദാ ബന്ധുമരണം വിന സ പിശാചം കിംന പശ്യതി. ബന്ധുവിൻ്റെ മരണം സംഭവിക്കാതെ ആ വ്യക്തിയെ പിശാചായിട്ടോ ബാധയായിട്ടോ മറ്റുള്ളവർ അനുഭവിക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം എന്താ മനസ്സിലാവുന്നത്? ശരീരവിലക്ഷണമായ ഒരു ജീവൻ, ഒരു ചൈതന്യം ഉണ്ടായേ പറ്റൂ. ശരീരം ആത്മാവാകാൻ പറ്റില്ല. ബന്ധു മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അയാളെ പിശാചിൻ്റെ രൂപത്തിൽ മറ്റുള്ളവർ കാണുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ട് കാണുന്നില്ല? മൃതേ സത്യേവ കസ്മാത് പശ്യതി. മരിച്ചു പോയാൽ മാത്രമേ
പിശാചായിട്ടും അല്ലെങ്കിൽ ബാധയായിട്ടുമൊക്കെ അവരുടെ സാന്നിധ്യത്തെ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. കസ്മാത് പശ്യതീതി വക്തവ്യ നിയമദ്വയേ ത്വയാ ഹേതുരിത്യർത്ഥ. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും ദേഹം ആത്മാവാകാൻ പറ്റില്ല. ആത്മാവ് വേറെ, അല്ലെങ്കിൽ ജീവൻ വേറെ, ശരീരം വേറെ. വയനാട് ഉരുൾപൊട്ടിയല്ലോ, എത്ര ശരീരങ്ങളാണ് ആ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നും ഈ JCB ഒക്കെ കൊണ്ടുവന്ന് പൊക്കിയെടുത്തത്. ഇടയ്ക്ക് ഒരു വാട്സപ്പിൽ ഞാൻ കണ്ടു, ഒരാളുടെ 2 കാല്, മറ്റ് ഭാഗങ്ങളെല്ലാം മണ്ണ് മൂടിക്കിടക്കുകയാണ്. അതിനെ ഈ ദുരന്ത രക്ഷാസേനയുണ്ടല്ലോ, അവർ ഈ 2 കാലിനെ ആ മണ്ണിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത് നോക്കിയപ്പോൾ അരയുടെ മുകളിൽ ഒന്നുമില്ല, ഈ 2 കാല് മാത്രമേ ഉള്ളൂ. ഈ 2 കാലിങ്ങനെ വലിച്ചെടുത്തപ്പോൾ ശരീരത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു പുരുഷൻ്റെയാണ്. അരയിൽ എന്തോ കൈലിയോ എന്തോ ഉടുത്തിരുന്നു. 2 കാല് മാത്രം. പിന്നെ കൈകൾ, മറ്റ് ശരീരഭാഗങ്ങൾ, തലകൾ അതിഭീകരമാണ്. നമ്മൾ ഈ കുരുക്ഷേത്ര യുദ്ധം ഒന്ന് നേരിട്ട് കണ്ടില്ല എന്നുള്ള പരിഭവം വേണ്ട, അതിഭീകരമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ തുഞ്ചത്താചാര്യൻ പറഞ്ഞത്, ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകില്ല, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഈ വെന്ത് വെണ്ണീറായി ചമഞ്ഞേടില്ല, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. തന്നെ ശരീരമാണ് എന്ന് കരുതുന്നത് അങ്ങേയറ്റത്തെ മോഹമാണ്. അതാണ് നമ്മുടെ സകല ദുഃഖങ്ങൾക്കും കാരണം. ഞാൻ ഈ ശരീരമല്ല എന്ന് നല്ല കാലത്തിൽ ചിന്തിച്ച് ഉറപ്പിക്കണം. ഇതൊന്നും അവസാന കാലത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് മാറ്റി വയ്ക്കരുത്. എത്രയും പെട്ടെന്ന് ഞാൻ ദേഹമല്ല എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. നിരന്തരം മനനം തുടരണം. ഇത് എത്ര കണ്ട് നമ്മൾ ചിന്തിക്കുന്നോ അത്ര കണ്ട് ഇത് തെളിഞ്ഞു വരും. ചിന്തിക്കാത്തവരാണ് തന്നെ ശരീരം എന്ന് കരുതുന്നത്. താൻ ദേഹമാണ് എന്ന് കരുതിയവരുടെ ദേഹങ്ങളാണ് ആ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പലതും ജീർണിച്ച് തുടങ്ങിയിരിക്കുന്നു. ചിലതൊക്കെ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ, തിരിച്ചറിയാൻ പറ്റാതെ എല്ലാം കൂടെ കൂട്ടി അവിടെ തന്നെ അങ്ങ് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തക്കാരാരെന്നോ ബന്ധുക്കളാരെന്നോ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അച്ഛനെയും അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും നഷ്ടപ്പെട്ട ഒരാൾ, അയാൾ ഡെയിലി അവിടെ വന്ന് നോക്കുന്നുണ്ട്. അവരുടെ ശരീരമെങ്കിലും തനിക്ക് കിട്ടുന്നുണ്ടോ, ആ മൃതശരീരമെങ്കിലും തനിക്ക് കാണാൻ കഴിയുമോ എന്ന് ഡെയിലി വന്ന് നോക്കുകയാണ്. TV-യിൽ കാണിച്ചതാണ്. ദിവസേന വന്ന് നോക്കുന്നു. ഇപ്പം ആ ശരീരം കിട്ടിയിട്ട് എന്ത് പ്രയോജനം എന്നല്ല, ഒന്നുമില്ലെങ്കിൽ ആ മൃതശരീരമെങ്കിലും കാണാൻ കഴിഞ്ഞു. ആ ശവസംസ്കാര ചടങ്ങുകളെങ്കിലും ആ ജീവന് സദ്ഗതി കിട്ടാനായിട്ട് അയാൾക്ക് ചെയ്യാമെന്ന് അയാൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ശരീരം പോലും കിട്ടാത്തവർ, മണ്ണിൻ്റെ അടിയിൽ ചെളിയും കല്ലും പാറകളും ഒക്കെ കൊണ്ട് മൂടി എത്ര പേരുടെ വീടാണ് നഷ്ടപ്പെട്ടത്. വീടുകൾ, ഒരു സ്കൂള് കാണാനില്ല എന്നാണ്, ഒരു മൊത്തം സ്കൂള് കാണാനില്ല, ഒക്കെ ഒലിച്ചുപോയി. കാട്ടാനയുടെ മുമ്പിൽ. ഇതാണ്, അതെ, ഇതാണ് മായ എന്ന് പറയുന്നത്. ഇപ്പം ഈ മരിച്ചുപോയവർക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവന്മാർ ശരീരങ്ങളാണ് എന്ന് കരുതുന്നവരാണ് ദുഃഖിക്കുന്നത്. ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരം, അതാണ് അവിടെ കഷണങ്ങളായി കിടക്കുന്നത്, അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലായത്. ആ ചൈതന്യം ആ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്ന് ഒരു പോറൽ പോലും ഇല്ലാതെ ബാക്കി നിൽക്കുന്നു. ഈ മരിച്ചവർ കരയുമ്പോൾ, മരിച്ചു പോയവനുണ്ടല്ല, മരിച്ചുപോയ ആളിൻ്റെ ബന്ധുക്കൾ കരയുമ്പോൾ മരിച്ചവൻ ആ പരിസരത്തിൽ തന്നെ സൂക്ഷ്മരൂപിയായിരുന്ന് ചിരിക്കുന്നുണ്ടാവും. കാരണം അവൻ മരിച്ചിട്ടില്ല.
ആ വ്യക്തിയെ ശരീരം എന്ന് കരുതുന്നത് കൊണ്ടാണ് ആ ശരീരം ഇപ്പോൾ നിശ്ചേഷ്ടമായി ചേതനയറ്റ് തറയിൽ കിടക്കുന്നു. അതിനെയാണ് കൊണ്ട് കത്തിക്കുന്നത്. ഇപ്പോൾ ആ ശരീരത്തിൽ വസിച്ചിരുന്ന ആ ജീവൻ അത് ശരീരത്തിൻ്റെ പുറത്ത് കടന്നു. അയാൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റുമോ? എന്തുകൊണ്ട് കരുതിക്കൂടാ? ശരീരമാണ് ആത്മാവ് എന്നുള്ള തെറ്റിദ്ധാരണയെ ഉപേക്ഷിക്കൂ. ദേഹനാശത്തിൽ ആത്മാവിന് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. ഒരു ബൾബ് ഫ്യൂസ് ആവുന്നു. ഇപ്പോൾ ബൾബ് പ്രകാശിക്കുന്നു, ട്യൂബ് ലൈറ്റോ LED ബൾബോ പ്രകാശിക്കുന്നു. ബൾബ് ഫ്യൂസായി. ബൾബ് ഫ്യൂസായി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി മരിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? ഇലക്ട്രിസിറ്റി ബൾബിലൂടെ പ്രവർത്തിക്കാൻ ഇപ്പോൾ അതിനനുയോജ്യമായ ഒരു സാഹചര്യമില്ല. കാരണം ബൾബ് അടിച്ചു പോയി, അതിൻ്റെ ഫിലമെൻ്റ് ഫ്യൂസായിപ്പോയി. ഇപ്പോൾ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്യൂസായ ബൾബിലൂടെ പ്രകാശം ലഭിക്കുകയില്ല. ഇപ്പോൾ ബൾബ് ഫ്യൂസായതിന് ഇലക്ട്രിസിറ്റി മരിച്ചുപോയി എന്ന് കരുതുന്നത് പോലെയാണ് ശരീരം ചേതനയേറ്റ് നിലംപതിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചൈതന്യം നഷ്ടമായി എന്ന് കരുതുന്നത്. അത് സൂക്ഷ്മമാണ്. ഒരു ബൾബിലൂടെയാണ് വൈദ്യുതി എപ്പോഴും പ്രവഹിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രകാശം ലഭിക്കുന്നത്. ഈ ആത്മാവ് തന്നെ പ്രകടിപ്പിക്കാൻ വേണ്ടി അംഗീകരിച്ച ഒരു ഉപാധി മാത്രമാണ് ഈ ശരീരം. അത് ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നില്ല. ബൾബ് ഫ്യൂസായാൽ കറണ്ട് മരിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. കറണ്ടിന് മരണമില്ല, കാരണം അത് ശക്തിയാണ്. ഒരു ശക്തിക്ക് തന്നെ പ്രകടമാക്കാൻ ഒരു ഉപാധി വേണം. വൈദ്യുതിയെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. വൈദ്യുതി ഏതെങ്കിലും ഉപകരണങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വൈദ്യുതിയുടെ സാന്നിധ്യത്തെ അറിയാൻ പറ്റുന്നത്. ഇതുപോലെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ശരീരങ്ങളിലൂടെ, ശരീരചലനങ്ങളിലൂടെയാണ് തൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്നത്. ഈ ശരീരം നഷ്ടമായാൽ അതിന് തന്നെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നഷ്ടമാവുന്നു. പക്ഷേ കുഴപ്പമില്ല, അവൻ വേറെ എവിടെയെങ്കിലും ചെന്ന് പുതിയ ശരീരം ഉണ്ടാക്കിക്കോളും. അവിടെ ഇരുന്ന് ആ ശരീരം ആ പുതിയ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ എന്ത് കുഴപ്പം? പഴയ കലങ്ങൾ പൊട്ടിച്ചിട്ട് വീണ്ടും അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പുതിയ കലങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു കൊശവൻ ഇതാണല്ലോ ചെയ്യുന്നത്. ഇതേ പ്രക്രിയ തന്നെയാണ് ഈ ബ്രഹ്മദേവനും ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങളെ ശരീരങ്ങളുടെ രൂപത്തിൽ മാറ്റുന്നു. അവ കാലക്രമത്തിൽ നശിച്ചു പോകുന്നു. പഞ്ചഭൂതങ്ങൾ വിഘടിക്കുന്നു. ശരീരരൂപത്തിൽ ചേർന്നിരുന്ന പഞ്ചഭൂതങ്ങൾ 5 ഭൂതങ്ങളായി വേർപെടുന്നു. അത്രയേ ഉള്ളൂ. വേർപെട്ടാലും അത് വീണ്ടും ചേരും. വേറൊരു ശരീരമായി അത് ഭാവിയിൽ രൂപപ്പെടും, പരിണമിക്കും. ഇപ്പം ശരീരത്തെ ആത്മാവ് എന്ന് കരുതിയാൽ ദുഃഖിച്ചേ പറ്റൂ. ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് അറിവിലൂടെയാണ് ദുഃഖത്തെ തരണം ചെയ്യേണ്ടത്. ഏത് ഗംഭീരനും ഈ മരണത്തിൽ ദുഃഖിക്കുന്നു. അവൻ എത്ര വലിയ സ്ഥാനമാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനായാലും അയാളുടെ ഭാര്യ, അയാളുടെ കുഞ്ഞുങ്ങൾ, അയാളുടെ വീട്ടിലൊരു മരണം വരുമ്പോൾ അയാൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അയാളുടെ സ്ഥാനമാനമോ ഒന്നും കാര്യമില്ല. നമ്മുടെ കുടുംബാംഗങ്ങൾ, ഈ ലോകത്തുള്ള ഏത് ജീവജാലം എടുത്താലും ആ ശരീരം വേറെ, അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം വേറെ. ഈ കാര്യം ഉറപ്പിക്കാതെ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല. അതുകൊണ്ട് നിരന്തരം മനനം ചെയ്യുക.
എന്തുകൊണ്ടാണ് ഈ ആത്മാവ് ശരീരമല്ല എന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നത്? അതിൻ്റെ ആ യുക്തി കൂടെ മനസ്സിലാക്കുക. യുക്തിയുടെ അടിസ്ഥാനത്തിൽ വേണം ഈ കാര്യം ചിന്തിച്ചുറപ്പിക്കാൻ. അപ്പോൾ ദുർബല ഹൃദയരുടെ ഒരു സങ്കല്പം മാത്രമാണ് ഈ പിശാച അല്ലെങ്കിൽ ബാധ എന്ന് കരുതിയാൽ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ശരീരം നശിച്ചാൽ ആ ശരീരത്തിനകത്ത് കഴിഞ്ഞിരുന്ന ജീവൻ ബാക്കിയുണ്ടാവും. അത് ദുർബല ഹൃദയരെയാണ് പിടികൂടുന്നത് എന്നുള്ളത് ശരി. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഈ മന്ത്രവാദമൊക്കെ നടത്തി ബാധ ഒഴിപ്പിക്കുന്നുണ്ടല്ലോ, പലതും തട്ടിപ്പാണ്. ഇപ്പോഴും നടക്കുന്ന പലതും തട്ടിപ്പാണ്. പക്ഷേ ഈ ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന അതിനുള്ള മാർഗങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഈ ബാധ ഒഴിപ്പിക്കലുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്രിസ്ത്യാനികളിലുണ്ട്. അവർ കുരിശ് പിടിച്ചിട്ടാണ്, സാത്താനെ കുരിശാണ്, അവർ കുരിശെടുത്ത് കാണിക്കും. അവർ ഈ കുരിശെന്ന് പറയുമ്പോൾ നല്ല അർത്ഥത്തിലും മോശമായ അർത്ഥത്തിലും അവർ പറയാറുണ്ട്. ക്രിസ്ത്യാനികൾ തന്നെ പറയും, ഓ ഇത് വലിയ കുരിശായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏടാകൂടമായല്ലോ, വലിയ പൊല്ലാപ്പായല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് കുരിശ് എന്നുള്ളത് പവിത്രമായ ഒരു ചിഹ്നമാണ്. പള്ളികളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ കുരിശിനെയാണ്. അതിനെയാണ് അവർ നമസ്കരിക്കുന്നത്. മുട്ടുകുത്തി നിന്നാണ് നമസ്കരിക്കുന്നത്. നമസ്കരിക്കുകയല്ല, അവർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന്, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ജീവധർമ്മോ വിശിഷ്ടച്ചേ താദൃശസ്തം നരഃ കഥം മിഥ്യാദേശാന്തരമൃതേ പിശാചത്വം ന പശ്യതി. ജീവധർമ്മമാണ് പിശാചത്വം, അല്ലെങ്കിൽ ആ പിശാച എന്നുള്ള നില. അത് ജീവിച്ചിരിക്കുന്ന ഒരാൾ ആണ് അയാൾക്കാണ് പിശാചത്വം എന്നുള്ള സ്ഥിതി ഉണ്ടാകുന്നത് എന്നാണ് വേദാന്തികൾ പറയുന്നത്. മറ്റുള്ളവർക്ക് ദേഹവിലക്ഷണമായ ജീവൻ എന്നൊരു സങ്കല്പം തന്നെ ഇല്ല. അപ്പോൾ ജീവൻ്റെ ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ താദൃശസ്തം നരഃ കഥം. ജീവനോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ ആരും പിശാചായിട്ടോ പ്രേതമായിട്ടോ കരുതുന്നില്ല. മരിച്ചുപോയി കഴിഞ്ഞാലാണ് അയാൾക്ക് പ്രേതത്വവും പിശാചത്വവും ഒക്കെ ലഭിക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. മിഥ്യാദേശാന്തരമൃതേ പിശാചത്വം ന പശ്യതി. ഇനി ശരീരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഒരാളെ പിശാച് അല്ലെങ്കിൽ പരേതാത്മാവ് എന്ന് പറയുന്നത് എന്ന് കരുതിയാൽ ആ വാദവും പൂർണ്ണമായി ശരിയല്ല. ശരീരം കാണപ്പെടാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒരാൾ വിദേശത്തേക്ക് പോകുന്നു, വിദേശത്ത് താമസിക്കുകയാണ്, അയാളുടെ ശരീരത്തെ നമ്മൾ കാണുന്നില്ല, അയാളെ പരേതാത്മാവായി അംഗീകരിച്ചു. അപ്പോൾ ശരീരം കാണപ്പെടാതാവുന്നു, അല്ലെങ്കിൽ ശരീരം അപ്രത്യക്ഷമാകുന്നു. ശരീരം നമുക്ക് നേരിട്ട് ശരീരത്തെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അയാൾ പിശാചായി മാറുന്നു എന്ന് വാദിച്ചാൽ വിദേശത്ത് പോയവരൊക്കെ പിശാചുക്കളായി മാറണം. അവരുടെ ശരീരങ്ങളെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ആരും പറയാറില്ല. അപ്പോൾ ശരീരം, ജീവൻ, ഇത് രണ്ടും വേറെ വേറെ ആവാനേ തരമുള്ളൂ. ഇപ്പോൾ ഓരോ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുകയാണ്. സജീവഃ ബന്ധുമരണജ്ഞാന വിശിഷ്ടഃ ചേത് തദ്ധർമ്മഃ പിശാചദർശനമിതി താദൃശോ നിയമശ്ചേത് തഥാപി ജീവത്യേവ മിഥ്യാ ദേശാന്തരമൃതേ അന്യേന കൽപ്പിതേ സതി തത് പിശാചത്വം നരഃ കഥം ന പശ്യതി. ശരീരം നശിക്കുന്നത് കൊണ്ടാണ് ഒരാൾ പിശാചായി മാറുന്നത്
എന്ന് കരുതാൻ സാധ്യമല്ല. കാരണം ശരീരം കാണപ്പെടാതെ ഇരിക്കുമ്പോഴും ഒരാൾക്ക് പിശാച് എന്നുള്ള നില ലഭിക്കുന്നില്ല. അതാണ് വിദേശത്ത് പോയവർ. നമ്മളൊരു വ്യക്തിയെ കുറേ കൊല്ലങ്ങൾ കാണാതിരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചുപോയി എന്നർത്ഥമില്ല. അയാളെ പ്രത്യക്ഷമായി കാണാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പിശാചത്വം സിദ്ധിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശരീരം എന്നുള്ളത് നഷ്ടമായി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് പിശാച് അല്ലെങ്കിൽ പരേതാത്മാവ് എന്ന നില കൈവരുന്നുള്ളൂ. അതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ ശരീരമല്ല. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അയാളെ പിശാച് അല്ലെങ്കിൽ ബാധ, പ്രേതം എന്നൊന്നും ആരും പറയാറില്ല. ആ വ്യക്തി ശരീരത്തെ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് അയാൾക്ക് പിശാചത്വം സിദ്ധിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ദേഹവിലക്ഷണമായ ഒരാത്മാവ്, ഒരു ചൈതന്യം ഉണ്ടായേ പറ്റൂ എന്ന് നമ്മൾ തീരുമാനിക്കാൻ നിർബന്ധിതരാകും. തസ്മാത് സർവാത്മകത്വേ തച്ഛിന്മാത്രം ന നിയന്ത്രിതം യദ്യത്ര യഥാ വേത്തി തത്രാവഗച്ഛതി. അതുകൊണ്ട് ഈ ചൈതന്യം എങ്ങും നിറഞ്ഞ ഒന്നാണ്. അതിൻ്റെ പല മാധ്യമങ്ങളിലുള്ള പ്രതിഫലനങ്ങൾ മാത്രമാണ് ഈ ജീവഭാവങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ ബുദ്ധിയിലുള്ള പ്രതിഫലനമാണ്. നമുക്കൊക്കെ ബുദ്ധി എന്നൊരു ഉപാധിയുണ്ട്. ഈ ബുദ്ധിയിൽ ചൈതന്യം പ്രതിഫലിക്കുന്നു. ആ പ്രതിഫലനത്തെയാണ് ഞാൻ എന്ന് കരുതി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളൊക്കെ നിഴലാണ്. നിഴലിനെ സത്യമെന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ബുദ്ധി ഉള്ളപ്പോൾ മാത്രമേ ഞാൻ എന്ന ജീവ അനുഭവം നമുക്കുള്ളൂ. സുഷുപ്തിയിൽ ബുദ്ധി ഉൾപ്പെടെ എല്ലാം ലയിച്ചു പോയി കഴിഞ്ഞാൽ ഞാനുണ്ട് എന്നുള്ള അനുഭവം പോലും ഇല്ല. എന്തുകൊണ്ട്? മാധ്യമം തന്നെ ലയിച്ചു പോയാൽ പിന്നെ എങ്ങനെ പ്രതിബിംബം കാണപ്പെടും? കണ്ണാടി ഉണ്ടെങ്കിലേ കണ്ണാടിയുടെ ഉള്ളിൽ പ്രതിബിംബത്തെ കാണാൻ പറ്റൂ. കണ്ണാടി തന്നെ ഇല്ലാതായാൽ ബുദ്ധിയാണ് ജീവൻ്റെ ഉപാധി. ആ ബുദ്ധിയിലുള്ള ചൈതന്യ പ്രതിഫലനമാണ് ഞാൻ എന്ന ജീവഭാവം. ഇപ്പോൾ ഈ ലോകത്ത് ഒരു ബുദ്ധിയല്ല, മായ കോടിക്കണക്കിന് ബുദ്ധികൾ എന്നുള്ള ആ ഉപാധികളെ മായ ഉണ്ടാക്കി തീർക്കുന്നു. ആ ഓരോ ഉപാധിയിലും ഏകമായിരിക്കുന്ന ആത്മാവ് പ്രതിബിംബിക്കുന്നു. ആ ഓരോ പ്രതിബിംബവും ഓരോ ഞാനായി മാറുന്നു. ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ നിഴലുകളാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നിഴൽ രൂപങ്ങൾ മാത്രം. നമ്മളാരും സത്യമല്ല. ഇത് തന്നെയാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്. നത്വം നാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയമതഃപരം. അർജുന, നീയുമില്ല ഞാനുമില്ല. ഈ കാണുന്ന രാജാക്കന്മാർ, ചക്രവർത്തിമാർ, യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നു നിൽക്കുന്നവരുണ്ടല്ലോ, ഇവരാരും ഇവിടെ ഇല്ല. ഒരു യുദ്ധഭൂമിയിൽ വെച്ചാണ് ഗീത ഉപദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോരുത്. യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് സൈന്യങ്ങൾ, ആ രണ്ട് സൈന്യങ്ങളുടെ നടുക്ക് തേര് കൊണ്ട് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ തേര് ആ സേനകളുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ഗീത ഉപദേശിക്കുന്നത്. ഈ സൈന്യത്തെ മുഴുവൻ നോക്കിയതിന് ശേഷം കൃഷ്ണൻ പറയുന്നതാണ്, അർജുന നീയില്ല, നത്വം നാഹം ഞാനുമില്ല, ജാതു നാസം നത്വം നമ്മൾ ഇപ്പോൾ ഇല്ല എന്നല്ല, നമ്മൾ ഒരു കാലത്തുമില്ല. ഈ ജീവഭാവം തന്നെ കള്ളമാണ്. ഈ ജീവൻ എന്നൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. നത്വം നേമേ ജനാധിപാഹ, ഈ ജനാധിപന്മാർ, രാജാക്കന്മാർ, ഇവരാരും ഇവിടെ ഇല്ല.
നചൈവന ഭവിഷ്യാമഹ, നമ്മൾ ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല, ഇപ്പോഴില്ല, ഭാവിയിൽ ഉണ്ടായിക്കൂടെ, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യമല്ല. അപ്പം നമ്മളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഈ ശരീരങ്ങൾ, അർജുന നിനക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, നമ്മൾ കാണുന്നത് കുറേ ശരീരങ്ങൾ മാത്രമാണ്. ഈ ശരീരങ്ങളൊന്നും സത്യമല്ല. ഈ ശരീരങ്ങൾ പണ്ടുമില്ല, ഇപ്പോഴുമില്ല, ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നുമില്ല. അപ്പം പിന്നെ നമ്മളൊക്കെ ആരാണ്? സർവേ വയമതഃപരം, ഈ ശരീരങ്ങളെ അതിക്രമിച്ച് നിൽക്കുന്ന ശുദ്ധചിത്താണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവന്മാരും. നമുക്ക് ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എൻ്റെ പൊന്നർജുന. ഇവിടെ നിന്റെ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും ഒക്കെ എങ്ങനെ കൊല്ലും എന്നാണല്ലോ നീ വിഷമിക്കുന്നത്. ഈ ശരീരങ്ങളൊന്നും നിന്റെ ബന്ധുക്കളല്ല. ഈ ശരീരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാവും, നശിക്കും. നീ നശിപ്പിക്കാത്തത് കൊണ്ട്, ഈ ശരീരങ്ങളെ ഹനിക്കാത്തത് കൊണ്ട് മാത്രം ഈ ശരീരങ്ങൾ അനന്തകാലം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കും എന്ന് കരുതരുത്. ശരീരം ഉണ്ടായതാണ്, അത് എന്നെങ്കിലും ഒരു ദിവസം നശിക്കും. അപ്പോൾ നീ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് മാത്രം ഈ ഭീഷ്മരും ദ്രോണരും ദുര്യോധനനും അങ്ങനെയുള്ള നിൻ്റെ ബന്ധുക്കളുണ്ടല്ലോ, ആ ബന്ധുക്കൾ അനന്തകാലം ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കും എന്ന് കരുതാൻ പറ്റില്ല. അല്ല, ഞാനായിട്ട് എന്തിനാ കൊല്ലുന്നത് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, നിനക്ക് ഈ ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല, ശരീരത്തെ കൊല്ലേണ്ട കാര്യവുമില്ല. കാരണം ആത്മാവ് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ് ശരീരം ചൈതന്യമുള്ളതുപോലെ കാണപ്പെടുന്നത്. ഈ ശരീരം, ആത്മാവ് ശരീരത്തെ ഉപേക്ഷിച്ചു പോയാൽ ഇതൊക്കെ കുറേ മൺകട്ടകൾ, മൺഭാണ്ഡങ്ങൾ. നിനക്ക് ഒരു മൺഭാണ്ഡത്തെ, ഒരു മൺപ്രതിമയെ തച്ച് തകർക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു പ്രതിമയെ നമുക്ക്, കാരണം നമ്മൾ പ്രതിമയെ കൊല്ലുന്നില്ല, ജീവനുള്ളതിനെ മാത്രമേ നമ്മൾ കൊല്ലുന്നുള്ളൂ എന്നൊരു വിചാരമുണ്ട്. ജീവനുള്ളതിനെ ഒരാൾ കൊല്ലുമ്പോഴും ജീവനില്ലാത്ത ശരീരത്തെ മാത്രമാണ് അയാൾ കൊല്ലുന്നത്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരവിലക്ഷണമായിരിക്കുന്ന യഥാർത്ഥ ജീവനെ അല്ലെങ്കിൽ ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല. ഇത് വെറും ഒരു നാടകം. നീ നിന്റെ ആ ഗാണ്ഡീവം എന്ന് പറയുന്ന വില്ലുമെടുത്ത് മര്യാദയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള വഴി നോക്ക്. ചുമ്മാ അത് ഇതും പറഞ്ഞ് നിന്റെ കർത്തവ്യത്തിൽ നിന്നും പിന്തിരിയാതെ ചെയ്യേണ്ട കാര്യം നീ ചെയ്യൂ. ഇത് നിന്റെ ധർമ്മമാണ്. ഇങ്ങനെ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷമാണ് അർജുനനെ യുദ്ധത്തിന് തയ്യാറാക്കി തീർക്കുന്നത്. അറിവാണ് ശോഭനമായ ഒരു ജീവിതം നയിക്കാൻ എന്നും നമുക്ക് സഹായകമായിട്ടുള്ളത്. അറിവ്. അജ്ഞത എപ്പോഴും ദുഃഖങ്ങളെ മാത്രമേ നമുക്ക് പ്രദാനം ചെയ്യൂ. യദ്യദ്യത്ര യഥാവേത്തി തത്രാവഗച്ഛതി. തസ്മാത് സർവാത്മകത്വേ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ആത്മാവ്. അതിനെയാണ് ചിത്ത്, ബോധം, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. നിയന്ത്രിതം, അത് ഒന്നുകൊണ്ടും നിയന്ത്രിക്കപ്പെടുന്നില്ല. അത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതാണ്. അതിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം. യത് യത് എത്ര യഥാ വേത്തി തത് തത് തത്ര അവഗച്ഛതി. ഈ ഓരോ ബുദ്ധിയിലുമുള്ള ആത്മപ്രതിബിംബമായ ജീവൻ എവിടെ എവിടെ എന്തെന്തിനെ അറിയുന്നുവോ അവിടെ അവിടെ അതാത് അനുഭവങ്ങളോടുകൂടി ജീവിക്കുന്നു. ഒരു ജീവൻ എന്താണോ ഈ ലോകത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും വിചാരിച്ചു വച്ചിരിക്കുന്നത്, അങ്ങനെയാവും അയാളുടെ ജീവിതം. നമ്മുടെ ചിന്ത അല്ലെങ്കിൽ ഭാവന
നമ്മുടെ വിചാരഗതി, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എൻ്റെ ജീവിതം നായ നക്കി എന്നൊക്കെ കരുതിയാൽ അതുപോലെ തന്നെ. കാരണം അവൻ സ്വയം തീരുമാനിക്കുകയാണ് അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, വീട്ടിനും നാട്ടിനും പ്രയോജനമില്ലാത്തവനാണെന്നൊക്കെ. അപ്പം നമ്മുടെ ചിന്ത, നമ്മുടെ സങ്കല്പം, നമ്മുടെ ഭാവന എങ്ങനെയോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. തസ്മാത് ചിതോ ഭേദഃ ഭേദവിനാശയോരയോഗാത്. ചൈതന്യത്തിൽ ഭേദമുണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പല ചൈതന്യങ്ങൾ എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ഈ ചൈതന്യം നശിക്കുന്ന ഒന്നുമല്ല, ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ഭേദവിനാശയോരയോഗാത് സർവാത്മകത്വേ സിദ്ധേ സതി. ഈ ആത്മാവ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഏകമായ ചൈതന്യമാണ് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ വസ്തുകൃത പരിച്ഛേദേനാപി തന്നെ നിയന്ത്രിതം. വസ്തുക്കളാണ് പരിമിതങ്ങളായി കാണപ്പെടുന്നത്, ശരീരത്തിലാണ് പരിമിതികൾ. എന്നെ ശരീരം എന്ന് കരുതിയാൽ ഞാൻ വേറൊരു വ്യക്തിയിൽ നിന്നും ഭിന്നനായ ഒരു വ്യക്തിയാവും. ഞാൻ ചൈതന്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതേ ചൈതന്യം തന്നെയാണ് മറ്റ് ശരീരങ്ങളിലെല്ലാം കുടികൊള്ളുന്നത്. അപ്പോൾ ഈ ഭേദങ്ങളെല്ലാം ജഡ ഉപാധികളെ ആശ്രയിച്ചാണ്. മനസ്സ് ജഡമാണ്, ബുദ്ധി ജഡമാണ്, പ്രാണൻ ജഡമാണ്, ശരീരം ജഡമാണ്, പഞ്ചേന്ദ്രിയങ്ങൾ ജഡമാണ്. ഇതെല്ലാം ഈ ജഡ ഉപാധികളുമായി ബന്ധപ്പെടുത്തിയാണ് സകല ഭേദങ്ങളും. ശുദ്ധ ചൈതന്യം എന്നുള്ള ആ ഒരു ആസ്പെക്റ്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു ഭേദവുമില്ല. ഒരേ കറണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ബൾബുകളിലൂടെ പ്രകാശിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ദീപാലങ്കാരം അമ്പലത്തിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ നമ്മൾ നടത്തുന്നുണ്ട്. പല വർണ്ണങ്ങളിലുള്ള അനേകം ദീപങ്ങൾ, ബൾബുകൾ എല്ലാം പ്രകാശിച്ചു നിൽക്കുന്നു. പക്ഷേ ഈ പ്രകാശമൊക്കെ ഒരൊറ്റ വിദ്യുത് ശക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഉപാധികളിൽ മാറ്റം. അപ്പോൾ ആ ഉപാധികളിലൂടെയുള്ള പ്രകടനങ്ങളിലും മാറ്റം സംഭവിക്കുന്നു. പക്ഷേ വൈദ്യുതി എന്നുള്ളത് ഒന്നാണല്ലോ. അതുപോലെ സകല ശരീരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നത് ഏകമായിരിക്കുന്ന ആത്മാവാണ്. അപ്പോൾ വസ്തുക്കളാണ് പരിമിതങ്ങളായി തീരുന്നത്. ശരീരങ്ങൾ എന്നും പരിമിതങ്ങളാണ്. അവ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുമാണ്. പക്ഷേ ആത്മാവ് ഒന്നിൻ്റെയും നിയന്ത്രണത്തിലല്ല. തഥാച യദ്യദ്വസ്തു എത്ര ദേശേ കാലേ വാ വേത്തി. ഒരു ജീവൻ ഏതേത് വസ്തുവിനെ ഏത് ദേശത്തിൽ ഏത് സമയത്തിൽ ഉള്ളതായി അറിയുന്നുവോ സ്വാത്മാനമേവ തത്തദ് വസ്തു ആത്മനാവഗച്ഛതീതി ന തദ്വേദ്യം പൃഥഗസ്തീത്യർത്ഥ. ആര് ഇവിടെ ഏത് സമയം ഏത് സ്ഥലത്തിൽ എന്തിനെ അറിഞ്ഞാലും അവരൊക്കെ അറിയുന്നത് അന്തരാത്മാവിനെ തന്നെയാണ്. തന്നെയാണ് ദൃശ്യം എന്ന പോലെ ഓരോ ജീവനും അറിയുന്നത്. ആ ദൃശ്യം തന്നിൽ നിന്ന് വേറിട്ടതാണ് എന്നുള്ളത് ജീവൻ്റെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. സ്വപ്ന ദൃശ്യങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഞാൻ തന്നെ എന്നെ പലതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എൻ്റെ സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ ആരാണ് സൃഷ്ടിച്ചത്? ഒരു ബ്രഹ്മദേവന് സൃഷ്ടിച്ചതല്ല. എൻ്റെ സ്വപ്ന ദൃശ്യങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്തവയാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ ഉള്ളതുപോലെ കണ്ടു. ഉണർന്നെഴുന്നേറ്റാൽ ഒന്നുമില്ല. ഉണർന്നെഴുന്നേറ്റവൻ മാത്രം സത്യം. സ്വപ്ന ദ്രഷ്ടാവ് തന്നെയാണ് ഉണർവിലേക്ക് വരുന്നത്. അജ്ഞാനത്തിൽ ദുഃഖിച്ചുകൊണ്ടിരുന്ന അതേ ജീവൻ തന്നെയാണ് തന്നെ ആത്മാവായി പിന്നീട് തിരിച്ചറിയുന്നത്. ഇവിടെ എന്താ കുഴപ്പം? അറിവില്ല എന്നുള്ളതേ ഉള്ളൂ. അറിവിൻ്റെ അഭാവം.
അങ്ങനെ ആര് എവിടെ എപ്പോൾ എന്തിനറിഞ്ഞാലും അതെല്ലാം തൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ചൈതന്യം തന്നെയാണ് ദൃശ്യരൂപത്തിൽ കാണപ്പെടുന്നത്. തത്തത് വസ്തു ആത്മനാ അവഗച്ഛതി. ദൃശ്യം എന്ന് പറയുന്നത് ദ്രഷ്ടാവ് തന്നെയാണ്. ദ്രഷ്ടാവ് തൻ്റെ അറിവില്ലായ്മ കൊണ്ട് ദൃശ്യത്തെ തന്നിൽ നിന്ന് അന്യമായ ഒന്നായി കരുതുന്നു. ആ തെറ്റിദ്ധാരണയാണ് ദ്രഷ്ടാവിൻ്റെ ദുഃഖങ്ങളുടെ മൂലകാരണം. ഞാനാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന സത്യം മനസ്സിലാക്കിയാൽ പിന്നെ ദുഃഖങ്ങൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് അറിയപ്പെടുന്നതൊക്കെ താൻ തന്നെയാണ്, ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. മറ്റൊന്നെന്ന പോലെ നമ്മൾ അറിയുന്നത് നമ്മുടെ അജ്ഞാനം കാരണമായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇനിയുള്ള ശ്ലോകങ്ങൾ